ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ നിങ്ങളുടെ സ്വന്തം ലൈനസ് കുറിപ്പ് തന്നെയാണ്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കണ്ണൂർ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താ കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം. എല്ലാവരും സുഖമായി സേഫായിട്ടിരിക്കുന്നു കരുതുന്നു. പനി കുറവുണ്ട്, പക്ഷേ മേലുവേദനയുണ്ട്. പല്ല് നല്ല രീതിക്കുള്ള ചേഞ്ച് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ പേഴ്സണലി തോന്നി തുടങ്ങി. അതുപോലെ തന്നെ ഇന്നലെ കുറച്ച് ഞാൻ ഫോട്ടോ വീഡിയോ ഒക്കെ ഇട്ടപ്പോഴും പലരും പറഞ്ഞു. പിന്നെ ഞാൻ എൻ്റെ കുഞ്ഞി പൂപ്പീനെ കാണിച്ചായിരുന്നു. നമ്മളെ പൂപ്പി പ്രസവിച്ചു. എൻ്റെ വീഡിയോ പണ്ടൊട്ട് കാണുന്നവർക്കറിയാം പൂപ്പി പൂച്ചേനെ. പൂപ്പി പക്ഷേ ഇവിടെ ഇല്ല ഇപ്പം. പൂപ്പിയുടെ ഒരു മോനെ എൻ്റെ അടുത്ത് ഏൽപ്പിച്ചിട്ടാണ് അവളിങ്ങനെ സർക്കിറ്റിന് പോവുക. ആ മോനെ ഞാൻ കാണിച്ചു തരാം. ആൾ എന്നിട്ട് അധികം മിങ്കിളായിട്ടില്ല. ഞങ്ങൾക്ക് ചെറുതായിട്ട് പേടിയൊക്കെ ഉണ്ട്. പക്ഷേ ആൾ ഡെയിലി രാവിലെ കഴിക്കുന്നത് പുട്ടാണ് ഗൈസ്, പുട്ട്. കുഞ്ഞി പൂപ്പിയേ ഇഞ്ചേ, ഇതാണ് ഞങ്ങളുടെ കുഞ്ഞി പൂപ്പി. എൻ്റെ പൊന്നാ, ഇതാണ് കുഞ്ഞി പൂപ്പി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിന്നൊരു സിമ്പിളായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അയില മുളകിട്ട് കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഫുള്ള് സംഭവങ്ങൾ കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല, കാരണം വീഡിയോ ഫോൺ വെക്കാനുള്ള സ്ഥലമൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള അയിലക്കറി എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് സിമ്പിളാട്ടോ, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മീൻകറിക്ക് വേണ്ടിയിട്ട് സബോള അല്ലെങ്കിൽ ചെറിയ ഉള്ളി ആയാലും മതി. സബോള എടുത്തിരിക്കും, നല്ല രീതിക്ക് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് 2 ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത്, കറിവേപ്പിലയാണത് ഉണങ്ങിപ്പോയി, കുഴപ്പമില്ല. പിന്നെ ഒരു തക്കാളിയുടെ പകുതിയാണ് ഞാനിപ്പോൾ അരിഞ്ഞ് നല്ല രീതിക്ക് സ്ലൈസ് ആക്കി വെച്ചിരിക്കുന്നത്. പകുതി ഞാൻ എടുത്തിട്ട് പേസ്റ്റ് ആക്കിയിരിക്കുകയാണ്. വെറുതെ മിക്സിയിലിട്ടിട്ട് അരിഞ്ഞ് കട്ട് ചെയ്തിട്ട് ഞാൻ ഒരു പേസ്റ്റ് പോലെ ആക്കി. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ വെളിച്ചെണ്ണ ചൂടാക്കാൻ ഒഴിക്കുക. ശേഷം കടുക് പൊട്ടിക്കുക, ഒരു ഇത്തിരി കടുക് കേട്ടോ. അങ്ങനെ കടുക് പൊട്ടി ഒരു 2 മണി ഉലുവ, അതുപോലെ തന്നെ വറ്റൽമുളക് 2. ശേഷം നമുക്ക് കറിവേപ്പില, അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകും, അതിൻ്റെ ഒപ്പം തന്നെ സബോള ഇട്ട് കൊടുക്കാം. തക്കാളി ഒഴിക്കുക നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച് ബാക്കി എല്ലാ സംഭവങ്ങളും കയറി കൊടുക്കാം. ഈ കയ്യിലേക്ക് ഒത്തിരി ഉപ്പിട്ട് കൊടുക്കാം. പെട്ടെന്ന് വഴണ്ട് കിട്ടും കേട്ടോ അപ്പോൾ ഉപ്പിട്ടാൽ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, അങ്ങനെ മഞ്ഞൾപ്പൊടി ഒന്നൊരു പച്ചക്കുത്ത് പോയിട്ടുണ്ട്. നമുക്ക് ഇനി ഒത്തിരി മല്ലിപ്പൊടി ഇട്ടെടുക്കാം. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് മല്ലിപ്പൊടി ഇട്ട് കഴിഞ്ഞാൽ പച്ചക്കുത്ത് അങ്ങോട്ട് മാറ്റിയെടുക്കണം, നല്ല രീതിക്ക് വഴട്ടിയിട്ട്. അല്ലെങ്കിൽ ഒരുമാതിരി പച്ചക്കുത്തായിരിക്കും കറിക്ക്. അങ്ങനെ മല്ലി മൂത്തോ, നമുക്കിനി മുളക് പൊടി ഇട്ട് കൊടുക്കാം. അങ്ങനെ മുളക് പൊടി ഒന്ന് നമ്മൾ മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി, പകുതി തക്കാളിയാണ്, ഒരു വലിയ തക്കാളി എടുത്തതിൻ്റെ പകുതി കട്ട് ചെയ്ത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പകുതി എടുത്തിട്ട് ഞാനൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുത്തു, അതോടെ ഒഴിച്ചെടുക്കാം. അപ്പോൾ അതെല്ലാം നല്ല രീതിക്ക് വഴണ്ട് വന്നിട്ടുണ്ട്. നമുക്കിനി വെള്ളം ഒഴിച്ചെടുക്കാം. ഈ വെള്ളം പോരാട്ടോ, കുറച്ചും കൂടി വെള്ളം ഒഴിച്ചെടുക്കണം. ഞാനിവിടെ പുളിയല്ല ഒഴിക്കുന്നത്, അതായത് വാളംപുളിയുടെ വെള്ളമല്ല ഒഴിക്കുന്നത്, പകരം കുടപ്പുളിയാണ് ഇടണം കേട്ടോ. അപ്പം ഞാനതിലേക്ക് 2 കുടപ്പുളിയുടെ കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ കറി നല്ല രീതിക്ക് തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് തല ആദ്യം ഇട്ട് കൊടുക്കാം. തലയ്ക്ക് വേവാൻ അത്യാവശ്യം ടൈമുണ്ട്. അപ്പോൾ നമുക്ക് തല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതേ തല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി തല ഒന്ന് വേവട്ടെ. അപ്പോൾ ഞാനിത് കുടംപുളി എടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിക്കുള്ള പുളി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു കഷ്ണം കുടംപുളി എടുക്കാം. അപ്പോൾ തല ഒരുവിധം കുക്കായിട്ടുണ്ട്. നമുക്കിനി മീനിൻ്റെ കഷ്ണം ഇട്ട് കൊടുക്കാം. അയില മീനാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. കുറേ ഒന്നുമില്ല, 3 അയിലുള്ളൂ. അതിന് ഞാൻ കുഞ്ഞി കഷ്ണങ്ങളൊക്കെ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇപ്പോഴത്തെ എന്താ സൗണ്ട് കേൾക്കണമെന്ന് തോന്നുന്നുണ്ടാവില്ലേ. ഇപ്പോഴത്തെ ഞാൻ പലിമീനില്ലേ, മീനിൻ്റെ പഞ്ഞിയും വറുക്കുന്നുണ്ട്. അതായത് ഇങ്ങനെ സാധിക്കും. അപ്പം നമുക്ക് നന്നായിട്ട് ഇനി ഇതൊന്ന് വേവാൻ വയ്ക്കാം. ഞാൻ പറഞ്ഞില്ലായിരുന്നു പലിമീൻ വറുക്കുന്നുണ്ടെന്ന്. അതാണ് ഇത്. നല്ല മസാലയൊക്കെ തേച്ച് കുരുമുളകും ഉപ്പും മുളക് പൊടിയും ഇട്ടിട്ട് ഒന്ന് തിരുമ്മിയിട്ട് വെച്ചിട്ട്, അങ്ങനെ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. എക്സാക്റ്റ് കളറല്ല കേട്ടോ എനിക്ക് ഫോണിൽ കിട്ടണേ. ശരിക്കും ഇത് ഇന്ന് ഉണ്ടാക്കിയിട്ട്
ഇന്ന് നൈറ്റ് ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കുക വേണ്ടത്. നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ മീൻ കറി ഉണ്ടാക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഉണ്ടാക്കിയിട്ട് നാളെ എടുക്കണം. അപ്പോഴാണ് ശരിക്കും നല്ല ടേസ്റ്റ്. നല്ല പുഴുങ്ങിയ കപ്പയോ അല്ല നമുക്ക് ചോറിനൊപ്പൊക്കെ ആണെങ്കിലും അടിപൊളിയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് ഇതിപ്പോൾ ഏത് മീനാണെങ്കിലും ഉണ്ടാക്കാം. ഇതിപ്പോൾ ഞാൻ അയിലയാണ് എടുത്തത്. ഇപ്പോൾ നമുക്ക് ഏത് മീനിൻ്റെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഞാൻ വാതിൽ തുറന്നു എന്ന് കണ്ടപ്പോഴേക്കും ഓടിയെത്തി 3 ആൾക്കാരെ ഞാൻ കാണിച്ചു തരാം. 2 എണ്ണം പൂപ്പിയുടെ മക്കളാണ്. പക്ഷേ ഇതാണ് കുഞ്ഞി പൂപ്പി, അത് അടുത്ത പൂപ്പി, പിന്നെ വേറെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. ഇതേക്കണം, ഇത് ഏതാണെന്ന് എനിക്കറിയില്ല. ഇത് പൂപ്പിയുടെ ദത്തുപുത്രിയാണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവർക്കും ലവ് യു ഗൈസ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാം. പനിക്കുന്നുണ്ട്, എനിക്ക് കുഴപ്പമില്ല, ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എന്തായാലും നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് കമൻറ്റ് ഗൈസ്. ബൈ.